പൊന്നേ വെള്ളം പൂത്തായനെ പറ്റി വെള്ളം പൂത്തായനെ അയ്യോ കത്തല്ല കത്തല്ല കാട്ടില്ല എന്തിനും കാട്ടില്ല മുഴുവനും കോട്ട ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺ ലൈഫ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ഞാനിവിടെ എത്തിയെന്നുള്ളത്. വീട്ടിലെത്തിയെന്ന് കേട്ടാ. ഇത് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പം ഉമ്മച്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വല്ലാതെ കുത്താണ് ഇപ്പം മോലെ. ഇപ്പോൾ ഒരു സൗകര്യമായില്ലേ? ഞാൻ കണ്ടില്ല, ഞാൻ അതാണ് കണ്ട് ഞാൻ എന്നെ എടുക്കാണ്ട എടുത്ത. നമുക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. ദോശ ഉണ്ട് അടുപ്പത്തൊന്നും ഒരു സംശയം ഇല്ലാതില്ല. നോക്കി നോക്കിയാണ് ആരാ കുത്തണയ്യ കുത്തുന്ന ആള് മണ്ടട്ടാ എത്തിയ തിന്നാനോ നീയ വെള്ളം കൊടുത്തല്ലമ്മ. എനിക്ക് ബാ 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 നീച്ച നീച്ച എനിക്ക് നീ കിട്ടിയേ നീ കുട്ടിയുടെ പോയി. നമ്മളെ ഒരു പൂച്ചനെ ബ്ലാക്കിനെ ഇങ്ങോട്ട് കൊടുത്തിനി ഉമ്മച്ചി കിട്ടോ. ഞാൻ എന്നിട്ട് ഇന്നലെ ഉമ്മച്ചിക്ക് ഒരു കൂടൊക്കെ സെറ്റാക്കി കൊടുത്ത് തൽക്കാലം ഇപ്പോൾ പൂച്ചൻ്റെ പാത്രം ഇതാക്കിന് കേട്ടോ അമ്മ. ആ ബ്ലാക്കിന് ഉമ്മ കൊടുത്തു. ഉമ്മക്ക് അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനെന്തായാലും കൊടുത്തു. പക്ഷെ മറ്റേ പൂച്ചക്ക് ഇപ്പോൾ തോണല്ലേ, ഇതിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടന്നതായിരുന്നല്ലോ. അപ്പം ഇനി എന്തായാലും ഒരു പൂച്ചനെ നമുക്ക് കിട്ടണം. പാവാണ് ഈ ബ്ലാക്കിന്. പിന്നെ ഇവിടെ നാടൻ പൂച്ചകളും മറ്റൊക്കെ ആയിട്ടുണ്ട്. മറ്റത് നമ്മളെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പാവായിട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് പോകുമ്പോ അല്ല അത് മാഷാ അല്ലാ നല്ലൊരു ആടുംകുട്ടി. വലിക്കണ്ട വലിക്കണ്ട കിട്ടൂലല്ലേ ഇവിടെ അമ്മണിയെ ഇവിടെ വാടി മാഷാ അല്ലാ. അങ്ങനെ നമുക്ക് ആട്ടുംപാല് കുടിക്കാൻ. അതിനെ മണക്കണൊക്കെയാണ് എൻ്റെ പാലെടുക്കണ അമ്മച്ചി പറയാണ്. മണിയൊക്കെ ഇട്ടെടുത്താര്. ഇത് പെണ്ണമ്മ. മറ്റേ ആടിന് നമുക്ക് വെയ്യാഞ്ഞിട്ട് നമ്മൾ കൊടുത്തുട്ടോ. ഭയങ്കര സങ്കടം ഇതിനെ കൊണ്ടുപോകണുണ്ടാവും. പക്ഷെ തീരെ വെയ്യ. നാട്ടുപാല് കിട്ടി. അപ്പം മൊത്തം പാലല്ല കേട്ടോ, ഇപ്പം അത് പൊന്തിയതാണ്. നമ്മളെ പുതിയ കുട്ടി, നമ്മളെ വീട്ടിലെ പുതിയ കുട്ടി. എനിക്ക് ആടിനൊക്കെ വളർത്താൻ ഭയങ്കര താല്പര്യം. പക്ഷെ നമുക്ക് അവിടെ സ്ഥലമില്ല. പുറത്ത് പോയിട്ട് നോക്കുകയാണ് ഉമ്മനെ വിളിക്കണേ. അതതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോണത്. കുടുങ്ങൊന്നുമില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. വിശാല സ്ഥലമല്ല, കുഴപ്പമില്ല. എന്റെ റബ്ബേ, എന്താപ്പ അതിൻ്റെ ഒരു ആവശ്യം അല്ലേ ചോദിക്കാന്. അവിടെ നോക്കിയാണ്. ഇല്ല, പാലൊടിക്കാൻ പോയി. അവിടെ വീക്ക് ഉണ്ടാവും. നോക്കണം കേട്ടോ അമ്മ. ഒരു തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഞാൻ പറയാം നമ്മളെ പൂച്ചനെ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. കഷ്ടായിപ്പോയി. മറ്റത് കൊടുത്ത് ശീലാക്കണം. മറ്റത് ഇതെന്ത് പൂവായാലും ഇതാണ് മെയ്പ്പൂവല്ലല്ലോ. ഒരു മെയ്പ്പൂവുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം മരണ തേങ്ങ ഉണ്ട്. പൊയ്ക്കോ അറിയാം. തേങ്ങ വലി അല്ലാ ഒരു മടല് വീഴാണ്ടമ്മാ. കണ്ടോ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണും. അപ്പോൾ ചെടികളൊക്കെ ഉണങ്ങി.
പേരയ്ക്ക ഇപ്പം നമ്മൾ നാളെ കാണിച്ചിരുന്നല്ലോ അല്ലേ, ഓസിൽ വെള്ളം ഒഴിക്കണേ, അതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളം കുറവാണ് നമുക്ക്. ആ ടാങ്കിൽ വെള്ളം വന്നിട്ട് രാവിലെ ഇപ്പം അവിടെ മോട്ടർ അടിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പം അതിലോ ശബ്ദം കേൾക്കുന്നുണ്ട്. താഴെ അവിടുത്തെ താഴെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് അവിടെ മോട്ടറിട്ട് പൈപ്പിലൂടെയാണ് ഇവിടേക്ക് വെള്ളം വരുന്നത്. ഞാൻ പണ്ട് നമ്മളെ SN+ എന്ന ചാനലിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ. ഇത് നമ്മളെ വീട്. ഇവിടേക്കൊക്കെ വെള്ളം പോണത് ഈ ടാങ്കിൽ നിന്നാണ്. കണ്ടോ ഈ പൈപ്പുകൾ കണ്ടോ, ഓരോ ഏരിയയിലേക്കുള്ള പൈപ്പുകളാണ് കേട്ടോ. അൽഹംദുലില്ലാഹ് ഇത് നമുക്ക് കിട്ടാൻ കാരണം സോളിഡാരിറ്റി ടീം കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്തു തന്ന സഹായമാണ് കേട്ടോ. പിന്നെ മാസത്തിൽ ചെറിയൊരു എമൗണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുള്ള എമൗണ്ട് ഒന്നുമല്ല, എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ട് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. കണ്ടോ അവരെ ബോർഡാണ് ഇതൊക്കെ. കുറേ വർഷങ്ങളായിട്ടോ. ഇത് 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി എന്നുള്ളൊരു സ്കീമിൽ അവർ നമുക്ക് തന്നതാണ്. ഇത് ഏത് വർഷം തന്നെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം കുറേ ആയി, നമ്മുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് മുന്നെയാണ്. ഇത് കണ്ടോ കോറി. ആദ്യമൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന സമയത്ത്, കല്യാണമൊന്നും കഴിയാത്ത സമയത്ത് ഇവിടെ നമ്മളേതോ ഉള്ളേരിയയിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ വീട്ടിലൊക്കെ കയറിയ നാണക്കേടാവും, എന്തോ ഒരു കോംപ്ലക്സ് ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ചെറിയ വീട്, ഇത്രയും സൗകര്യമില്ലേ നമ്മളെ വീട്, ചെറിയ വീട്, ആളുകൾ വന്ന് നമ്മൾ ചെറിയ വീട്ടിലാണ്, നമ്മൾക്ക് പൈസ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിലാണ് നിൽക്കണമെന്നൊക്കെ ഒരാളറിയുമ്പോൾ നമുക്കെന്തോ ഒരു പ്രയാസം തോന്നിയൊരു സമയം, ചെറിയ സമയത്തെ. പിന്നെ ബുദ്ധി വെച്ച സമയത്തൊന്നല്ല. ഇപ്പോൾ എനിക്ക് നമ്മളെ വീടാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ വരുന്നത്, ഇവിടെ നിൽക്കുന്നത്, പറ്റുന്ന ചാൻസിലൊക്കെ വേഗം ഓടിയെത്തും ഇങ്ങോട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടാങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, വെള്ളം വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറണം കേട്ടോ. കണ്ടോ മോട്ടറിട്ട് കാണുന്നുണ്ടെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ വെയിലായിട്ടേ ആകെ ഒരു ബ്ലാക്കിഷാണ് തോന്നണേ. ഇനിയിപ്പോൾ പക്ഷേ വീഡിയോയിൽ ക്ലിയർ ആയിരിക്കും വിചാരിക്കുന്നു. കണ്ടോ ഇത് ഒരു സമയത്ത് എല്ലാവരും കൂടെ കൂടിയിട്ട് ക്ലീൻ ആക്കൂട്ടോ. അമ്മച്ചി വിളിക്കുന്നുണ്ട്, മാമ വിളിക്കുന്നുണ്ട്, നോക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് രാവിലെ ഫില്ലാക്കും. ഒരു 4 മണിയാകുമ്പം അരമണിക്കൂർ വീതം ഓരോ വീട്ടുകാർക്ക് എടുക്കണം. ബാക്കിയുള്ള സമയത്ത് അവരത് പൂട്ടണം. അത് കർശന കാര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ വീതം ഓരോരുത്തരെടുക്കുമ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടും. അവരെന്ത് ചെയ്തു, ഇപ്പോൾ ടാങ്ക് ചെറിയ പാത്രങ്ങളിലൊക്കെ പിടിച്ചേക്കിട്ടും. അങ്ങനെ അപ്പോൾ എല്ലാ ദിവസവും വെള്ളം കിട്ടും. ഈ വെള്ളം കിട്ടാത്തതിൻ്റെ മുന്നേ നമ്മൾ അതിലൂടെ പോയി കുറേ 1 കിലോമീറ്റർ ആ ഭാഗത്തേക്ക്, 1 കിലോമീറ്റർ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് ഞാൻ വരുന്നു. അങ്ങനെയൊക്കെ ചെറിയ കുടുക്ക, ചെറിയ പാനിയിലൊക്കെ വെള്ളം തലയിൽ വെച്ചിട്ടായിരുന്നു കൊണ്ടുവരൽ. ജീവിക്കാൻ നല്ല സ്ഥലമാണ്, പക്ഷേ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴലുത്തിയാലോ കിണറുത്തിയാലോ ഒന്നും കണ്ട, കാരണം പാറയാണല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മളെ മറ്റു ചെങ്ങായിക്ക് പാല് വേണം വെച്ചേ. ഒരു കുറു കുടിച്ചോട്ടെ. ഇത് മെച്ചിൻ്റെ കുട്ടിയാണ്, മെച്ചിൻ്റെ കുട്ടി. അതത് ഞാൻ കൊണ്ടുപോകുമോ? ഞാൻ കൊണ്ടുപോകും. വേണ്ട, ലാസ്റ്റ് നിങ്ങൾ അതിൻ്റെ വേക്കിൽ വരലേക്കാരോ. എന്റെ ഊച്ചാറുണ്ട് തിന്നാൻ കിട്ടാനിട്ടല്ല പാല്. ഇതിപ്പോ ചൂടോടെ കറന്ന് കൊടുത്തപ്പോളേ അങ്ങനെ ഒരുമിച്ച് കൊടുക്കരുത് കേട്ടോ, കുടിക്കും. അപ്പം എന്താ പറയുക, വയറ്റുന്ന് പോകും. അപ്പൊ വീണ്ടും ഈ ചീത്ത വെള്ളം മാറ്റണം, കൊതുക് വരും. നമ്മളെ വീരപ്പന്മാര് വന്നല്ലോ. നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കോഴിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. നമ്മളെ കോഴി കൊത്തണമാ.
എന്താ നോക്കി എല്ലാത്തിനും പൈപ്പിച്ച് ഒറ്റയ്ക്ക് തിന്ന് നോക്കി. നമ്മുടെ വേറെ വീരപ്പൻ. ആ അതാ പറഞ്ഞേ എന്തൊരിത്. അതാ ഇത് കുത്തണില്ല, ഇത് പാവം. അതാണ് കുത്തണേ. ഇതും പൂവനാമ്മ, പൂവനാ. ഇതെന്താ ഒരു വളർച്ചയില്ലായ്മ, ഒരു പൂവ് ഇതൊന്നും. ഇത് പൂവനാണത്രേ. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പരിക്ക് പറ്റിയിട്ട് വയ്യാതായിരുന്നല്ലോ, അതാ കൊയ്ക്കിട്ടോ. ശേഷം ഇതിൻ്റെ വാല് കണ്ട് പൊങ്ങിക്കണം, അതിൻ്റെ വാല് താഴെ. അപ്പം ഞാനതാ വിചാരിച്ച പെടയാണ്. അമ്മ പറയണത് 2 പൂവനാ. അതൊക്കെ എല്ലാത്തിനും പായിപ്പിക്കണ സാധനം എന്താണ്. പക്ഷെ ഇതിനെ വെല്ലാൻ ഒരു സാധനം ആ കൂട്ടിലുണ്ട് കേട്ടോ, ഉമ്മച്ചി വിടാത്തതാണ്. ഇതിനെ കൊത്തിയിട്ട് പായിപ്പിക്കും. അതിനെ വിടട്ടമ്മ, മറ്റേ വലിയനെ അതിന് വിട്ട സാധനം അതിന് വിട്ട വിട്. ഓൻ്റെ വിളവ് നോക്കി ഒന്നിനും തിന്നാൻ കൊടുത്തില്ല. ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. തുറക്ക് ഇപ്പം കട്ടിട്ടോ, നിനക്ക് പാവ ഒരു മൂല്യലാക്കി. ഇപ്പം കട്ടിട്ടുണ്ട്. അതാ വരുന്നേ അതാ വന്നു. ആ ഇനി നിൽക്കൂല പോയി അതാ പറഞ്ഞു എല്ലാത്തിനും വായ്പിക്കും. ഇവരൊന്നും ചെയ്യില്ല കേട്ടോ, ഇറ്റങ്ങളെ പറ്റൂല. കണ്ടോ അത് പോയില്ലേ. അതൊക്കെ ഐറ്റങ്ങളെ ബുദ്ധി. ഇത് വന്നപ്പോഴൊക്കെ അത് പോയി കണ്ടോ. ഒരു കാര്യം ചെയ്യുമ്പോനെ ആ പറമ്പൊക്കെ എവിടേക്കെങ്കിലും ഐറ്റങ്ങൾക്ക് തിന്നാട്ട് കൊടുക്ക്. പാവാണ്. തേങ്ങ വലിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനോടത്ത് ഇങ്ങനെ വേറെടുത്താല് അതൊരു മോശമല്ലേ. നേരത്തെ കൂടെ ഓടിയും കൈയും വഴിയില്ലാത്തടത്തേക്ക് നമുക്ക് വേറെ ആടെ ഒത്തിനും വളരെ മോശം. ശാപം കിട്ടൂല തീർച്ചയായിട്ടും. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചില്ല. ഇനിയിപ്പോൾ പറല്ലാത്ത പണിയാ. അതിന് നമ്മൾ വേറെ ആൾക്ക്